ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇത് പാൻഡൽ ഫോർ ലിവിങ് വേർഡിൻ്റെ 178 സൂം പ്രെയർ മീറ്റിംഗ് ആണ്. കഴിഞ്ഞ 177 മീറ്റിങ്ങുകൾ വളരെ അനുഗ്രഹകരമായി നടക്കുവാൻ തക്കവണ്ണം, അനേകർക്ക് വേണ്ടി ഇടനില നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ തന്നു. അതോർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. ശലോമോൻ രാജാവ് ടെമ്പിൾ ഡെഡിക്കേഷൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 8 അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുൻപാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുൻപിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. ഈ അപേക്ഷയോടുകൂടെ നമുക്ക് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഓർഡർ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ആദ്യമായി പ്രൈസ് ആൻഡ് ഓപ്പണിംഗ് പ്രയർ, സിസ്റ്റർ ഷേർലി ബാബുക്കുട്ടി. അതിനുശേഷം നമുക്കായിട്ട് 2 ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് സിസ്റ്റർ ഫീബ അബിൻ നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഷോർട്ട് മെസ്സേജ് 20 മിനിറ്റ്സിന് സമയത്തിന് ഒരു മെസ്സേജ് സിസ്റ്റർ ഡെയ്സി തോമസ് ഫ്രം ഡാളസ്. പിന്നീട് നമ്മൾ ബ്രേക്ക് ഔട്ട് റൂമിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. 7:25 വരെ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. എല്ലാവരും കടന്നു വന്നിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അനവധി കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. അതിനുശേഷം തിരികെ വന്നിട്ട് ഒരു ക്ലോസിംഗ് പ്രെയർ ഉണ്ട്. സിസ്റ്റർ ലിസി സാജു ആണ് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഓർഡർ. അപ്പോൾ ഇനിയും നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഓപ്പണിംഗ് പ്രെയർ ബൈ സിസ്റ്റർ ഷേർലി ബാബുക്കുട്ടി ഫ്രം ബോംബെ. സിസ്റ്റർ ഷേർലി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല അവസരത്തിനായിട്ട് നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്തങ്ങേ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ, ഈ നിലയിൽ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളിപ്പോൾ കേട്ടതുപോലെ, സാറാൻഡി പറഞ്ഞതുപോലെ കർത്താവെ, ആ ശലോമോൻ യാഗപീഠത്തിന് മുമ്പിൽ വന്നു നിന്ന് പ്രാർത്ഥിച്ചത്, തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ. അതുപോലെ ഞങ്ങളും അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുതേ, ഞങ്ങളുടെ ബലഹീനതകളെ ഓർക്കല്ലേ കർത്താവെ. ഇത്ര വലിയ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആരാധനയ്ക്കും സ്തുതിക്കും മാനത്തിനും മഹത്വത്തിനും എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായിട്ട് അങ്ങ് മാത്രമുള്ളതിനായിട്ട് നന്ദി പറയുന്നു. നീ മാത്രം യോഗ്യൻ, അവിടുന്ന് മാത്രം യോഗ്യനായിരിക്കാല. സ്തോത്ര. സകല സ്തുതിയും ആരാധനയും മഹത്വവും മാനവും പുകഴ്ച എല്ലാം തിരുപാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, കടന്നു വന്ന എല്ലാവരെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇരട്ടി ആത്മീയ അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിന്റെ ആദിയോടന്തം അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തണമേ. ഭയത്തോടും ഭക്തിയോടും അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടുകൂടി ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രെയർ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി ഞങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കുകയും ഞങ്ങളെ കർത്താവെ അതൊക്കെയും ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി തരികയും ചെയ്യണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സാറേ ആന്റിക്ക് ലീഡ് ചെയ്യുവാൻ ആവശ്യമാകുന്ന കൃപ കൊടുക്കണം. അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവെ നന്നായിട്ട് ലീഡ് ചെയ്യുവാനുള്ള എല്ലാ കൃപകളും കൊടുക്കണം. കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അതുപോലെ പാട്ട് പാടാനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് ഫേബയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു, കർത്താവ് അനുഗ്രഹിച്ചു. നന്ദിയോട് സ്തോത്രം. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. പ്രിയമകനെ ഓർക്കുന്നു. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയദാസിയോട് ചേർന്ന് ഞങ്ങൾക്കും കർത്താവ് സന്തോഷിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ഇടയാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം വചനത്തിൽ നിന്ന് പറയുവാൻ സിസ്റ്റർ ഡെയ്സി തോമസിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഡാളസിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ വചനം പറയുവാൻ പ്രിയദാസി അങ്ങ് ഒരുക്കിയിരിക്കാൻ നന്ദി പറയുന്നു. കുടുംബമായിട്ട് അവരെ ഓർക്കണമേ. മെസ്കീറ്റ് അസംബ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, അതുപോലെ അതിനുശേഷം ഞങ്ങൾക്ക് വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. കർത്താവെ, പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന എല്ലാ സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് പങ്കാളികളാകുവാൻ, അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ദൈവസേനയിൽ കർത്താവെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിൽക്കുവാൻ ഇന്ന് ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തോളം എത്തുന്ന പ്രാർത്ഥന കഴിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അത് അവിടുന്ന് മണത്ത് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രസാദിച്ച് അതിനെല്ലാം മറുപടി തരണമേ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുശേഷം ദൈവമേ, ലിസി സിസ്റ്റർ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോഴും അവിടുത്തെ കൃപയുണ്ടായിരിക്കണം. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് അവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആദരിക്കുകയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഇന്ന് തന്ന് ഞങ്ങളെ വഴി നടത്തണം. പ്രിയദാസിയിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമെന്നും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവനെ തന്ന് സ്നേഹിച്ച യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു സിസ്റ്റർ ഷേർലി. അടുത്തതായി നമുക്ക് 2 ഗാനം ആലപിക്കുവാനായിട്ട് സിസ്റ്റർ ഫെയ്ബ നമ്മളോടൊപ്പമുണ്ട്. 95-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. സോ നമുക്ക് അടുത്തതായി 2 ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് സിസ്റ്റർ ഫെയ്ബ നമ്മളോടൊപ്പം ഉണ്ട്. സിസ്റ്റർ ഫെയ്ബ. താങ്ക് യു ആന്റി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആത്മീയ ഗീതങ്ങളിലെ 506-ാമത്തെ പാട്ട്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പാലശോധന മമ ജീവിത പാതയതിൽ മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്
എന്റെ ആയുസ്സിൻ ദിനമാകെയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് 769 പാട്ട്. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും.
വെരി ഗുഡ്. താങ്ക് യു ഫേബ. ഗോഡ് ബ്ലെസ് യു മോർ ആൻഡ് മോർ. ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് ആദ്യം പാടി, പിന്നെ സിയോൻ യാത്രയിൽ നമ്മോട് കൂടെ നടക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ലീഡിങ്ങിനെ കുറിച്ച് പാടി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അടുത്തതായി നമുക്ക് 20 മിനിറ്റ് സമയത്തേക്ക് സിസ്റ്റർ ഡെയ്സി തോമസ് ഫ്രം ഡാളസ് മസ്കീറ്റ് അസംബ്ലിയിൽ വളരെ ആക്റ്റീവായിട്ട് ഒരു പ്രെയർ വാരിയറാണ്. സിസ്റ്റേഴ്സിൻ്റെ ഇടയിലും കോൺഫറൻസസിലും ഒക്കെ എപ്പോഴും കാണാറുണ്ട്. സഹോദരിയുടെ അടുത്ത 20 മിനിറ്റ്സ് നേരത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം എന്താണ് നമുക്കായിട്ട് സിസ്റ്ററിൽ കൂടെ തരുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഇരുന്നായിട്ട്. സിസ്റ്റർ ഡെയ്സി. താങ്ക് യു സിസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ 178ാമത്തെ പാരത്ത് ഫോർ ദ ലിവിങ് വേർഡിന്റെ ഈ പ്രാർത്ഥന മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യുവാൻ ദൈവം എന്നെയും ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. ഷീബ ജോണി സിസ്റ്റർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ അങ്ങ് ഏറ്റതാണ്. എന്നാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാനാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. ബൈബിളിലെ അനേകം പ്രാർത്ഥനകളെ കുറിച്ച് കഴിഞ്ഞ മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ കേൾക്കുകയായിരുന്നു. എന്നാൽ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ദാസനായ ഇയ്യോബിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ്. അതിനുവേണ്ടി ഒരു വാക്യം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുൻപേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ് ഇതെല്ലാം. നാം ഇയ്യോബിനെ കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. വചനത്തില് നാം കാണുമ്പോൾ ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇയ്യോബ് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഊസ് ദേശത്ത്, അതിന്റെ ഇയ്യോബ് 1:1 ഇങ്ങനെ വായിക്കുന്നു. ഊസ് ദേശത്തെ ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ഈ ഇയ്യോബിന്റെ 4 ക്വാളിറ്റീസ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. നിഷ്കളങ്കനെ, നേരുള്ളവനെ, ദൈവഭക്തനെ, ദോഷം വിട്ടകലും. ജോബിനെ കുറിച്ച് ദൈവം പറഞ്ഞ് നാം ഇവിടെ കാണുന്നത്, ഇവിടെ ഇയ്യോബിന്റെ അപ്പൻ ആരാണ്, അമ്മ ആരാണ് ഒന്നൊന്നും പറയുന്നില്ല. തന്റെ ദേശം മാത്രമാണ് ഇവിടെ പറയുന്നത്, നമ്മൾ കാണുന്നത്. തുടർന്ന് നാം വായിക്കുമ്പോൾ അതിന്റെ ഇയ്യോബ് വളരെ ധനികനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തനിക്ക് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അവന്റെ പുത്രന്മാരെല്ലാം ഓരോരുത്തരും താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അങ്ങനെ വിരുന്ന് കഴിക്കുമ്പോൾ തന്റെ 3 സിസ്റ്റേഴ്സിനെയും വിളിക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്ന് നമ്മൾ ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. അത് ഇന്നത്തെ രീതിയിൽ ചിന്തിച്ചാൽ ഇയ്യോബിന്റെ മക്കള് അവരുടെ ബർത്ത്ഡേസും ഗെറ്റ് ടുഗദറും ഒക്കെ നന്നായി ആഘോഷിക്കുന്നവരായിരുന്നു അന്ന്. അവരെ അങ്ങനെ തന്റെ സിസ്റ്റേഴ്സിനെയും, എന്നാൽ അതിൽ നിന്ന് നാം കാണുന്നത് ഇയ്യോബ് പറയുന്നത്, എന്റെ പുത്രന്മാർ പാപം ചെയ്ത് അവരെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് നാളെ വെച്ച് അവരെ വിളിപ്പിച്ച് രാവിലെ എഴുന്നേറ്റ് അവർക്ക് വേണ്ടി ഹോമയാഗങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് നാം വായിക്കുമ്പോൾ ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ അങ്ങനെ സാത്താനോട് ചോദ്യവും അതിനുള്ള ഉത്തരവും നാം കാണുന്നുണ്ട്. ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നാണ് സാത്താൻ ദൈവസന്നിധിയിൽ പറയുന്നത്. അപ്പോൾ ദൈവം പറയുന്നതാണ്, നീ എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലൊന്നും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അവൻ അരുളി ചെയ്തു. ഇതേ വാക്യം തന്നെ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ കാണുന്ന ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തില്, 1-ാം അധ്യായം 8-ാം വാക്യത്തില്, ഇയ്യോബിന്റെ 2-ാം
2-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈ മൂന്നിടത്തും ദൈവം ഇയ്യോബിന്റെ ശ്രേഷ്ഠത, അവന്റെ ക്വാളിറ്റീസ് പറയുന്നത് നാം കാണുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത്, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. അതിന്റെ 10-ന്റെ 11-ഉം 12-ഉം നമുക്ക് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. ഇങ്ങനെ യഹോവ ജോബിനെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന് അവൻ കൽപ്പിച്ചു. ചാപ്റ്റർ 2-ന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവന്റെ ഭാര്യ വരെ, ലാസ്റ്റ് നമ്മൾ അവന് കഷ്ടത്തിലായിരിക്കുന്നതെല്ലാം നമ്മൾ കാണാൻ, അതിന്റെ ലാസ്റ്റ് നമ്മൾ വായിക്കുന്നത് അവന്റെ ഭാര്യ വരെ, നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് അവന്റെ ഭാര്യ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നും അനേകർ ഇങ്ങനെയുള്ളവരാണ്. എന്തെല്ലാം കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തെ ത്യജിച്ച് പറയാൻ കൂട്ടാക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ ഇയ്യോബ് അതിന് ഉത്തരം പറയുന്നത്, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നത് പോലെ തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അനേകരും നമുക്ക് കാണുവാൻ കഴിയും. കഷ്ടം വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും കഷ്ടങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിച്ചാൽ ദൈവം അതിനൊക്കെയും വിടുതൽ തരും എന്ന് ഇയ്യോബ് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ഇരിക്കുന്നു. ഈ 4 ക്വാളിറ്റീസ് ഉള്ള ഇയ്യോബിന് ഇത്രയും കഷ്ടങ്ങൾ വന്നെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ കാര്യം നമ്മൾ ചിന്തിച്ചാൽ എത്രയധികമായിരിക്കും. ഇങ്ങനെയുള്ള കഷ്ടതയിൽ ഇയ്യോബിനെ പോലെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ കടന്നു വരുമ്പോൾ അതിന്റെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ജോബ് അനേക ചോദ്യങ്ങൾ നേരിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ സ്വന്തം കൂട്ടുകാർ വന്ന് അവനോട് സംഭാഷിക്കുന്നതൊക്കെ തുടർന്നുള്ള ചാപ്റ്ററിൽ കാണാൻ കഴിയും. ഞാൻ അതിനൊന്നും വായിക്കുവാൻ സമയം എടുക്കുന്നില്ല. ഇയ്യോബ് തന്റെ കൂട്ടുകാർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് അവരൊക്കെയും ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാരാണ് എന്നാണ്. അനേക ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ആ ചാപ്റ്ററുകളിലൊക്കെ വായിക്കാൻ കഴിയും. നമുക്കെല്ലാം പരിചയമുള്ളതാണ്. യഹോവയുടെ ഉത്തരം എന്ത്, നിനക്ക് അത് കഴിഞ്ഞ് അതിന്റെ ഈ വിവരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ 42-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അത് തുടർന്നുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ വായിക്കുന്ന. അതിന്റെ ലാസ്റ്റിൽ 42-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുക മാത്രമല്ല, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെ യഹോവ ജോബിന് ഇരട്ടിയായി കൊടുത്തു. നമ്മളും ജോബിനെ പോലെ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനിടയാകാം. അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും അനുഗ്രഹം ഇരട്ടി ലഭിക്കുവാൻ ഇടയാകും. അതാണ് ഇന്ന് എനിക്ക് പറയുവാനുള്ളത്. നമ്മൾ ഇന്ന് പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോൾ നമുക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം നമുക്ക് അത് അനുഗ്രഹം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തരും. നമ്മുടെ പുതിയ നിയമത്തിൽ വായിക്കുന്ന യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ൽ ഇങ്ങനെ വായിക്കുന്നു, യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കണ്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിലുള്ളവനാണ്. ഈ മഹാകരുണയും മനസ്സിലുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുക. അവൻ നമ്മെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി വെച്ചല്ലോ. കർത്താവ് ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇയ്യോബിന്റെ ഈ ഗുണഗണങ്ങൾ നമ്മളിലും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതലായി മറ്റുള്ളവർക്ക് വേണ്ടി ഈ നാളുകളിൽ പ്രാർത്ഥിപ്പാൻ ഈ സമയത്ത് ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥിപ്പാനാണല്ലോ സമയമുള്ളത്.